കച്ചവടങ്ങൾ, ആഘോഷങ്ങൾ, തെരുവ് കാഴ്ചകൾ എല്ലാവരും ഓട്ടപ്പച്ചിലാണ്. എന്നാൽ ഇവർക്കെല്ലാം ഇടയിൽ പരിമിതികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത് അത്തരക്കാരുടെ കഥയാണ്. അവരുടെ അതിജീവനത്തിന്റെ കഥ. ചെറിയ ചെറിയ വലിയ ലോകങ്ങൾ. മഴ വരുന്നുണ്ട്, അടുത്തേക്ക് കയറുക. കുറച്ചു നേരം കൂടി മുത്തശ്ശി. നല്ല കാറ്റ്. ഈ കാറ്റിനോട് കഥ പറഞ്ഞോണ്ടിരിക്കുക. അമ്മോ, മഴ കൊള്ളണ്ടേ? എന്റെ അമ്മ കെട്ടിപ്പിടിക്കും പോലെ. കുറച്ചു നേരം കൂടി മുത്തശ്ശി. എന്നാണാവോ ഇനി മഴയൊക്കെ കാണാൻ പറ്റാ? നീ വിചാരിക്കുന്ന പോലെ ലോകം അത്ര വെള്ളമൊന്നുമല്ല. ഹലോ ഹലോ ഹലോ, മോനെ രവിയല്ലേ? ഹലോ, പുറത്തെ മോനെ രവിയാണോ? ഇവിടെ കാശ് അയച്ചിരുന്നോ? എന്തോ വീടൊന്നുമില്ലല്ലോ. ഇത് ചീറ്റിലാണോ മോനെ? ഹലോ ഹലോ, ആരോ രവിയാണോ? പൈസ അയച്ചെന്ന് പറയാനായിരുന്നു. അവര് ഒരു മോളുടെ കാര്യം പോലും അന്വേഷിക്കാനാവില്ല. പിന്നെ എന്റെ കഥയുടെ കാര്യം സാരില്ലേ മുത്തശ്ശി, വിഷമിക്കണ്ട. മോളുടെ പിറന്നാളല്ലേ? അമ്മ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല പായസം വെച്ച് നല്ല പായസം ഉണ്ട്. കെട്ടിയാലും നമുക്ക് വെച്ച് കഴിഞ്ഞ് നമുക്ക് കടയിൽ കാണാൻ പോകാം. ഐശ്വര്യതയും വിൽക്കുന്ന കടകൾ, ബലൂണും പട്ടവും വിൽക്കുന്നവർ, കപ്പലണ്ടി വിൽക്കുന്ന കുട്ടികൾ. ഇതിനിടയിലൂടെ കടൽ കാണാൻ ഇറങ്ങുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അമ്മുവും. നല്ല ഒച്ച, നല്ല ഉയരത്തിലായിരിക്കല്ലേ തിരമാലകൾ വരുന്നത്. എന്ത് നല്ല തണുത്ത കാറ്റാ. എന്ന് ഇവിടെ വരാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ത് രസാല്ലേ ഇവിടെ. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും കാണാം. ഗൈസ്, ഇവിടെ ഒരു പനി കാണാത്ത കുട്ടി, ഒരു മുത്തശ്ശിയാണ് വന്നിരിക്കുന്നത്. ഹായ്, ഹലോ ഗൈസ്, നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. കോഴിക്കോട് നിന്ന് നടക്കാൻ പോകുന്നതെല്ലാം നമുക്ക് കാണാം. ഗൈസ്, ബസ്സിലാണ് വരുന്നത്. ബസ്സിൽ ആൾക്കാരെ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയുന്ന കേട്ടാൽ മതി. കൂടുതൽ ഇങ്ങോട്ട് തന്നെ പഠിപ്പിക്കാറുണ്ട് കേട്ടല്ലോ. ഞാൻ ഏതെങ്കിലും ക്ലാസ് തന്നെ അത് വെച്ച് ഞാൻ മാത്രമേ പറഞ്ഞാൽ മതി. എന്നെ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെയ്താണ്. ഞാനിവിടെ അല്ല, നിങ്ങളാണ് ഇതൊക്കെ ചോദിക്കാൻ. നമ്മുടെ സമൂഹത്തിൽ എത്ര പോലും മനുഷ്യന്മാരുള്ളത്. പലർക്കും ചുറ്റുള്ള കാര്യങ്ങളും കാണാനും കേൾക്കാൻ ഒന്നിനും പറ്റില്ല. എന്തിനും കിടന്ന കാര്യങ്ങൾ തിരിഞ്ഞു നടക്കാൻ പോലും പറ്റാത്ത ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ട്. അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളും കുറെ സ്വപ്നവും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അപ്പൊ അവരെ ചേർത്ത് കുട്ടിയല്ലേ വേണ്ടത്. ഈ രീതിയിലുള്ള സ്വഭാവത്തിൽ കാണിക്കുന്നവർക്ക് എത്ര പോലെ അത് വേദന ഉണ്ടാക്കുന്നുണ്ടാവും. അവർക്ക് എത്രപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. നമുക്ക് ആദ്യത്തെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആരും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരില്ല. അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ നമ്മളിൽ ഒരാളുടെ കാണില്ല വേണ്ടത്. ഞാനത് അങ്ങനെ പറഞ്ഞല്ല. അറിയാൻ ചെയ്തു പോയത്. പിന്നെ അങ്ങനെ ആരും ഇല്ലാതെ അതെ, ഞങ്ങളും സമാധാനായി. ഈ ഞങ്ങൾക്ക് കടറക്കാം.
എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങൾ ഇതുപോലെ എല്ലാവരും ഒരുമിക്കുകയാണെങ്കിൽ നാളെ തീർച്ചയായും എല്ലാവർക്കും പ്രാപ്യമാകുന്ന പൊതുയിടങ്ങളും വീടുകളും കളിസ്ഥലങ്ങളും ഒക്കെയുള്ള മനോഹരമായ ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ആ സുന്ദരമായ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് CBID ടീം